വനിതകൾക്കായുള്ള KSRTCയുടെ സൗജന്യ യാത്രാ പരിപാടി ഉദ്ഘാടനമൊക്കെ ഗംഭീരമായി. മുഖ്യമന്ത്രി അതുപോലെ ഗതാഗത മന്ത്രി ഒക്കെ തന്നെ പങ്കെടുത്തു. വലിയ ആഘോഷത്തോടുകൂടി തന്നെ പരിപാടികളൊക്കെ നടത്തി. ചില ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റുകളായി പെട്ടെന്ന് രൂപാന്തരം പ്രാപിച്ച വാർത്തയൊക്കെ കഴിഞ്ഞ ദിവസം കാണാനിടയായി. ഇത്തരത്തിൽ പല ബസ്സുകളെയും മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സൂചനകൾ. കൃത്യമായ ദൃശ്യങ്ങൾ ഒരു മാധ്യമം പുറത്തുവിടുകയും ചെയ്തു. പക്ഷേ സ്ത്രീ സുരക്ഷയും സ്ത്രീപക്ഷപാതവും ഒക്കെ ഉന്നയിക്കുമ്പോൾ KSRTCയുടെ അടൂർ, പത്തനംതിട്ട ജില്ലയിലെ അടൂർ സ്റ്റാൻഡിൽ ഒരു KSRTC ജീവനക്കാരൻ അവിടെ ഭിക്ഷയ്ക്കെത്തിയ വയസ്സായ ഒരു സ്ത്രീയെ മർദ്ദിച്ചതായുള്ള പരാതി ഉയരുന്നു. മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഭിക്ഷയ്ക്കെത്തിയവരാകട്ടെ, യാത്ര ചെയ്യാനെത്തിയവരാകട്ടെ, ആരുമാകട്ടെ ഒരു സ്ത്രീയെ, അതും പ്രായമായ ഒരു സ്ത്രീയെ ഇത്തരത്തിൽ ഒരു KSRTC ജീവനക്കാരൻ മർദ്ദിക്കാമോ? സ്ത്രീ പക്ഷപാതം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സൗജന്യ യാത്ര KSRTC തുടങ്ങിയ ദിവസം തന്നെ ഇത്തരം ഒരു സംഭവം ഉണ്ടായത് അത്യന്തം ഖേദത്തോടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അടൂരിൽ KSRTC ജീവനക്കാരൻ വയോധികയെ വടികൊണ്ട് അടിച്ചു മർദ്ദിച്ചു എന്നാണ് പരാതി ഉയരുന്നത്. ബസ് സ്റ്റാൻഡിൽ ഭിക്ഷാടനത്തിന് എത്തിയ സ്ത്രീയാണ് മർദ്ദനത്തിന് ഇരയായത്. ആർ വേണു എന്ന KSRTC അടൂർ ഡിപ്പോ ജീവനക്കാരനെതിരെയാണിപ്പോൾ അടൂർ പോലീസിൽ സ്ത്രീ പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം ഭിക്ഷാടന നിരോധന മേഖലയായ അടൂർ സ്റ്റാൻഡിൽ നിന്ന് ഇവരെ മാറ്റാനാണ് ശ്രമിച്ചത് എന്നും മർദ്ദിച്ചിട്ടില്ല എന്നുമാണ് KSRTC വിശദീകരിക്കുന്നത്. KSRTCയിലെ ഡ്യൂട്ടിയുടെ ഭാഗമായി അടൂർ സ്റ്റാൻഡിൽ മേൽനോട്ട ചുമതല വഹിക്കുകയായിരുന്നു വേണു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മാറ്റണമെങ്കിൽ തന്നെ അവരോട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പോലീസിൻ്റെ സഹായം തേടാം, മറ്റ് ജീവനക്കാരുടെ സഹായം തേടാം, അടൂർ മുനിസിപ്പാലിറ്റിയുടെ സഹായം തേടാം. അങ്ങനെ ഈ യാചക നിരോധന മേഖലയിൽ ഒരു പ്രായമായ സ്ത്രീ, അവരെന്തിനു വന്നതുമാകട്ടെ, ഭിക്ഷാടനത്തിന് വന്നതാണെങ്കിലും, ഭിക്ഷക്കാരിയാണെങ്കിലും, ഒരു ഏത് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിലും, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന ഒരാളാണെങ്കിലും, ഒരു സ്ത്രീയെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ഇത്തരത്തിൽ മർദ്ദിച്ച് വടികൊണ്ട് അടിച്ചോടിക്കാനുള്ള അവകാശമൊന്നും ഒരു KSRTC ജീവനക്കാരനുമില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ സ്ത്രീ പക്ഷപാതം ഉന്നയിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ഇടപെടണം. ഇതൊരു സ്ത്രീക്ക് നേരെയുള്ള ആക്രമണത്തിനപ്പുറം ഒരു പ്രായമായ ഒരു വയോധികയ്ക്ക് നേരെയുള്ള ആക്രമണമാണ്. ഇവിടെ വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പും അങ്ങനെയുള്ള സംവിധാനങ്ങളുമൊക്കെ അഭിനന്ദനാർഹമായ കാര്യമാണ് എന്ന് നമ്മൾ പലകുറി പറയുമ്പോഴും വയോജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട്, അവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട്, അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുന്നതിനായിട്ടൊക്കെ തന്നെ ഒരുപാട് പദ്ധതികളുമൊക്കെ തന്നെ വരാൻ പോവുകയാണ് എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ പലവട്ടം പറയുന്നത്. അപ്പോൾ ഒരു KSRTC ജീവനക്കാരൻ, ഉത്തരവാദിത്തപ്പെട്ട ഒരു ജീവനക്കാരൻ ഇത്തരത്തിൽ പെരുമാറിയത് ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് ഈ വാർത്തയ്ക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പോലീസ് അന്വേഷിക്കുന്നു, അടൂർ പോലീസ് അന്വേഷിക്കുകയാണ്. ഈ വയോധികയെ വടികൊണ്ടൊക്കെ ക്രൂരമായി ആക്രമിക്കുകയാണെങ്കിൽ അതൊക്കെ വകുപ്പൊക്കെ മാറിപ്പോകും. വധശ്രമത്തിന് വരെ കേസെടുക്കാവുന്ന വകുപ്പാണ്. അതും വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമത്തിന് പ്രത്യേക നിയമമുണ്ട്, അത് തടയുന്നതിന് പ്രത്യേക നിയമമുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, അതിനും പ്രത്യേക നിയമമുണ്ട്. അത് ഡ്യൂട്ടിയിൽ ഇരുന്നു കൊണ്ട്, യാചക നിരോധന മേഖലയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പല സംവിധാനങ്ങളുണ്ട്. അവർക്ക് പോലീസിൽ അറിയിക്കാം, അവർക്ക് അവിടുത്തെ ജനപ്രതിനിധികളുടെ സഹായം തേടാം, മുനിസിപ്പൽ ഉദ്യോഗസ്ഥരുടെ സഹായം തേടാം, മറ്റ് KSRTC ഡിപ്പോയുടെ ചുമതലയുള്ള വ്യക്തിയെ, സ്റ്റേഷൻ മാസ്റ്ററെ അറിയിച്ച് അതിൻ്റെ വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യാം, അവരെ സാവകാശം പറഞ്ഞുവിടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊന്നും ചെയ്യാതെ ഒരാളെ മർദ്ദിക്കാൻ, ക്രൂരമായി വടികൊണ്ടൊക്കെ മർദ്ദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്ത്രീ സുരക്ഷയും മറ്റ് കാര്യങ്ങളുമൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയാകും. എല്ലാവരും ഇത്തരത്തിൽ പ്രതികരിക്കാനും നിയമം കയ്യിലെടുക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ എന്ന് ഈ ഒരു വാർത്തയ്ക്ക് തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വേണു എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ശക്തമായ നടപടി KSRTCയും അതുപോലെ തന്നെ പോലീസും കൈക്കൊള്ളേണ്ടതാണ്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. എന്താണ് അവരുടെ ആരോഗ്യസ്ഥിതി എന്നതിനെക്കുറിച്ച് ഇപ്പോൾ വ്യക്തതയില്ല.